സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. വിശുദ്ധ യോഹന്നാൻ അധ്യായം 12 24 തിരുവചനം. ലോകം മുഴുവന് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും FCC സന്യാസ സമൂഹത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കാൻ ഒരു ജ്യേഷ്ഠ സഹോദരിയുണ്ട് എനിക്ക് സ്വർഗത്തിൽ. പേര് വിശുദ്ധ അൽഫോൻസ. ചേച്ചിയുടെ ജീവിതാദർശമായിരുന്നു മുകളിൽ പറഞ്ഞ തിരുവചനം. സഹനത്തിലൂടെ ദൈവത്തെ പ്രണയിച്ച വിശുദ്ധ അൽഫോൻസയെ പോലെ സഹനത്തിലൂടെ ദിവ്യകാരുണ്യ ഈശോയെ പ്രണയിച്ച 27 വയസ്സുകാരിയായ അജന എന്ന മകളുടെ ജീവിതത്തെക്കുറിച്ചാണ് ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകത്തിലൂടെ നാം ഇവിടെ കാണുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നിസ്സാരമായ അസ്വസ്ഥതകളും ആകുലതകളും ഉണ്ടാകുമ്പോഴേക്കും ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന യുവജനങ്ങളുടെ മുൻപിൽ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ അജന. തൻ്റെ സഹനങ്ങളെ മുഴുവനും ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹത്തിൽ ലയിപ്പിച്ച് ഏറ്റവും സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടെ തങ്ങളുടെ മുൻപിൽ ജീവിതം കാഴ്ചവെച്ച അജന എന്നും നമുക്ക് ജീവിതത്തിൻ്റെ മുൻപിൽ ഒരു മാതൃക നൽകുന്നു. തൻ്റെ പഠനകാലം മുഴുവനും ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയ ഈ മകൾ നമ്മുടെ മുൻപിൽ വെച്ചു കാട്ടുന്ന ക്രിസ്തു സ്നേഹത്തിൻ്റെ ദിവ്യസ്നേഹിതനോടുള്ള പ്രണയത്തിൻ്റെ കഥയാണ് ഈ പുസ്തകം മുഴുവനും നാം വായിച്ചു കേൾക്കുന്നത്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അജനയുടെ അധ്യാപകനും ആത്മീയ പിതാവുമായ ബഹുമാനപ്പെട്ട ജോസഫ് കുന്നുങ്ങൽ അച്ഛനും സുഹൃത്തും ജീസസ് യൂത്ത് പ്രവർത്തകനുമായ ജിത്തു ജോർജും കൂടിയാണ്. പ്രസാദ കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ജീസസ് യൂത്തിൻ്റെ മാധ്യമമുഖമായ കൈറോസ് മീഡിയയാണ്. പുഞ്ചിരിയോടെ വെല്ലുവിളികളെ നേരിടുന്ന അജന ഇന്ന് അതാണ് ചെയ്യുന്നതെന്ന് പ്രസാദക്കുറിപ്പിലൂടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് KJ ജോൺസൺ സാർ പറഞ്ഞു വയ്ക്കുന്നു. എൻ്റെ കൂട്ടുകാരി തീപ്പൊരിയാണ് എന്ന് ജിത്തു ജോർജ് അജനയെ വിശേഷിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് പറയുന്നു, ദിവ്യകാരുണ്യത്തിൻ്റെ പ്രേക്ഷിത എന്ന അജന യുവജനങ്ങളുടെ മുൻപിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രസാദകരമായ ജീവിതമാണ് കാഴ്ചവെച്ചതെന്ന്. 11 അധ്യായങ്ങളിലൂടെ മനോഹരമായ ചെറിയ ചെറിയ അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ പുസ്തകം നമ്മുടെ മുൻപിൽ വെച്ചു നീട്ടുന്ന ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. ഓരോ അധ്യായവും അതിൽ തന്നെ ഹൃദയസ്പർശിയും ജീവനുറ്റതുമാണ്. 6-ാം അധ്യായമായ സഹനങ്ങളുടെ രാജകുമാരിയാണ് എന്നെ ഏറെ സ്പർശിച്ചത്. ഏറ്റവും അവസാനത്തെ അധ്യായമായ 11-ാം അധ്യായത്തിൽ വിവരിക്കുന്ന കിൻസുഗി എന്ന ജപ്പാൻ കലാരൂപത്തെക്കുറിച്ച് ആ കലാരൂപത്തിലൂടെ ഇതിവിടെ ആരംഭിക്കട്ടെ. നാം നമ്മുടെ മുൻപിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പൂപ്പാത്രങ്ങളോ മൺചട്ടികളോ പൊട്ടിയാൽ അത് വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നു. എന്നാൽ കിൻസുഗി എന്ന ആർട്ടിസ്റ്റുകൾ അവയെല്ലാം ശേഖരിച്ച് വൃത്തിയാക്കി സ്വർണ്ണ മിശ്രിതം ചേർന്ന ഒരു പശയും ചേർത്ത് അതിനെ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിൻ്റെ ഭംഗി കൂടുന്നു. സ്വർണ്ണ മിശ്രിതം ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മൂല്യവും വർദ്ധിക്കുന്നു. അജനയുടെ കിൻസുഗി എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഊർജം നൽകിയ ആർജവത്വം നൽകിയ തൻ്റെ ജീവിതത്തിലെ കലാരൂപമാണ് ദിവ്യകാരുണ്യമെന്ന് അജന വെളിപ്പെടുത്തുന്നു. സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ സൗന്ദര്യവും കഴിവും അറിവും സ്വരവും ബുദ്ധിയും എല്ലാം അവൾ പൂർണ്ണമായും ഈശോയോടുള്ള സ്നേഹത്താൽ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈശോയെ മഹത്വപ്പെടുത്തിയും കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. അവസാനം അധ്യായത്തിൽ നാം കടന്നു പോകുമ്പോൾ അവൾ കുത്തിക്കുറിച്ച കുറച്ച് വാക്കുകൾ ഞാനിവിടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് മുൻപിൽ ഞാനിതാ വായിക്കുന്നു. പ്രത്യാശിക്കാനും അവലംബിക്കാനും ലോകത്തിൽ ഒന്നും ഇല്ലാതെയായാലും ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെയായാലും ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വന്നാലും എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന
തന്നെ ആശ്രയിക്കുന്നവരെയും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരെയും എന്നും കാക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദിനവും എന്നെ ഓർമ്മിപ്പിക്കുന്ന ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകത്തിൻ്റെ വായനയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കിൻസുക്കി എന്താണെന്ന് കണ്ടെത്താൻ ഇതിലെ ഓരോ വരികളും ചിത്രങ്ങളും നമ്മെ സഹായിക്കുന്നു. കണ്ണ് നനയാതെ ഇതിലെ ഓരോ വരികളും വായിച്ചു തീർക്കുവാൻ നമുക്ക് ആർക്കും തന്നെ സാധിക്കുകയില്ല. നാം ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം അറിയാതെ തന്നെ നമുക്കുള്ളിൽ ദൈവമേ നന്ദി എന്ന് പലപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു വായനയുടെ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവുക. തൻ്റെ ജീവിതത്തിൻ്റെ അഴകും ജീവിതവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച അജ്നയുടെ ജീവിതം നമ്മുടെ മുൻപിൽ ഇന്നും ഒരു മാതൃകയാണ്. ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാൻ സാധിക്കാതെ അത്രമാത്രം വേദനയിൽ കഴിയുമ്പോഴും അജ്ന ദിവ്യകാരുണ്യം തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും വെള്ളത്തിൽ ചാലിച്ച് ദിവ്യകാരുണ്യത്തെ അജ്നയ്ക്ക് നൽകുകയും ചെയ്ത നിമിഷങ്ങൾ നമ്മൾ ഇതിൽ വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദിവ്യകാരുണ്യത്തോടും വിശുദ്ധ കുർബാനയോടും ഉണ്ടാകേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഇത് നമ്മെ വെളിപ്പെടുത്തുന്നു. ഓരോ തടസ്സങ്ങളും ഒഴിവുകഴിവുകളും പറഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് പോകാതെ നാം കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ ഇന്നത്തെ യുവജനങ്ങളുടെ മുൻപിൽ ഈ ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച അജ്ന ജീവിക്കുന്ന ഒരു ജീവിത മാതൃകയാണ്. സ്നേഹം, പ്രേമം മരണത്തേക്കാൾ ശക്തമാണ് എന്ന് പറയുന്ന വാചകം അജ്നയുടെ ജീവിതത്തിൽ ഏറ്റവും വ്യക്തമായി നമുക്ക് പ്രകടമായി കാണുന്നു. അതിനെപ്പറ്റി നമുക്ക് ഈ സമയം ഒരു ഭാഗം അജ്ന പറഞ്ഞത് കേൾക്കാം. പ്രണയത്തിൻ്റെ തീവ്രഭാവത്തിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ജീവിക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കണം, മരിക്കുമ്പോൾ ഒരുമിച്ച് മരിക്കണം. ചങ്കിലെ ചോര കൊണ്ട് തന്നെ വീണ്ടെടുത്ത ദിവ്യകാരുണ്യനാഥനെ ഉൾക്കൊണ്ട് ജനുവരി 21 വെള്ളിയാഴ്ച കൃത്യം 3 മണിക്ക് ആ തിരുമാറിൽ ചാഞ്ഞുകൊണ്ട് അവളും ഉള്ളിൽ പറഞ്ഞു കാണണം, എല്ലാം പൂർത്തിയായിരിക്കുന്നു. 27 വയസ്സ് വരെ മാത്രം ജീവിച്ച് തങ്ങളുടെ മുൻപിൽ സഹനങ്ങളിലും ദൈവത്തെ സ്നേഹിച്ച് ഈശോനെ സ്നേഹിക്കുകയാണെന്ന് നമ്മെ മുൻപിൽ വെളിപ്പെടുത്തിയ അജ്നയുടെ ജീവിതം നമുക്ക് എന്നും ഒരു മാതൃകയാണ്. ഇത് ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകം വായിച്ചു കഴിയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഏറെ ആകർഷിച്ചത് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും നാം അവബോധത്തോടു കൂടി ആയിരിക്കുകയും തിരുക്കുമാരനെ നന്ദി പറയുകയും അനുനിമിഷവും നന്ദിയുടെ ഒരു ജീവിതം നയിക്കുകയും വേണം എന്ന ബോധ്യമാണ്. അതിലുപരി എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന നല്ല തമ്പുരാൻ്റെ കരം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടെന്ന ഉറച്ച ബോധ്യം നമ്മെ ഇത് ആഴപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞ് അടച്ചു വെച്ച് ധ്യാനത്തിലായിരിക്കുമ്പോൾ എന്നിലേക്ക് തന്നെ ഇറങ്ങാൻ അത് എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞത് ഓരോ വ്യക്തികൾക്കും ദിവ്യകാരുണ്യനാഥനെ പ്രണയിക്കാൻ, അവിടുത്തെ വ്യക്തിപരമായ സ്നേഹത്തിൽ ആഴപ്പെടാൻ അവിടുന്ന് ഒരുക്കുന്ന വഴികൾ വ്യത്യസ്തങ്ങളാണ്. കഴിഞ്ഞുപോയ ഈ 5 വർഷക്കാലം കടന്നു വന്ന തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലെ ജീവിതത്തിലേക്കും കടന്നു വന്നപ്പോൾ അവിടെ കണ്ട അത്ഭുതകരമായ കാഴ്ചകൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകം വായിച്ചപ്പോൾ ഓർത്തെടുക്കുവാനും അത് പങ്കുവയ്ക്കുവാനും എന്നെ പ്രേരിപ്പിക്കുന്നു. ധാരാളം ദൈവവിളികളാൽ സമൃദ്ധമായ അറക്കൽ കുടുംബത്തിൽ സഹോദരൻ്റെ 4 വയസ്സ് മാത്രമുള്ള കുഞ്ഞുമകൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞ ആ നിമിഷത്തിൽ അത് സ്വീകരിക്കാൻ കഴിയാതെ പെട്ടെന്ന് അസ്വസ്ഥപ്പെട്ടപ്പോൾ ദൈവം എന്തുകൊണ്ട് ഞങ്ങൾക്കിത് അനുവദിച്ചു എന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ പലരും മാതാപിതാക്കളോട് ഇത്രമാത്രം സമർപ്പിതരുണ്ടായിട്ടും നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ച നിമിഷങ്ങളിൽ ഒട്ടും ശങ്കിക്കാതെ അനുദിനവും 5 മണിക്ക് ദിവ്യബലിക്കായി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയും പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ശക്തി സംഭരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആ മാതാപിതാക്കൾക്ക് ഒരേ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ.
ഈശോ ഞങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നു. പലപ്പോഴും ജീവിതത്തിലെ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ തിരുവചനങ്ങളിലൂടെ കരുത്തു പകരുന്ന നല്ല നാഥൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ തമ്പുരാൻ പലപ്പോഴായി അനുവദിച്ചു നൽകിയ തിരുവചനമാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 48 10 തിരുവചനം. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ കുരിശിനെ വാരിപ്പുണരുവാനും സഹനങ്ങളിൽ നന്ദി പറയുവാനും ദിവ്യസ്നേഹിതനെ പ്രണയിക്കുവാനും അവിടുന്ന് കരുത്തു പകരുന്നത് ഈ തിരുവചനങ്ങളിലൂടെ ആയിരുന്നു. ഇത്രമാത്രം പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ വിശ്വാസം പോലും നഷ്ടപ്പെട്ട് അനിയനെ കാണുമോ എന്ന് ഭയപ്പെട്ട നിമിഷത്തിൽ അവനെ ആശ്വസിപ്പിക്കുവാനായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അനിയൻ പറയുമായിരുന്നു, ചേച്ചി വിഷമിക്കേണ്ട, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണെന്ന്. വിശുദ്ധ യോഹന്നാൻ അധ്യായം 11 4 തിരുവചനം. ഈ തിരുവചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു. 5 വർഷത്തിന് ശേഷം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ബ്രെയിൻ ട്യൂമറിൻ്റെ ഗ്രോത്ത് അവിടെ ഇല്ലെന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് ഇതിൽ മിറാക്കിൾ ചെയ്തതെന്നും ഡോക്ടേഴ്സ് പറയുമ്പോൾ തികച്ചും അങ്ങനെയൊരു വിശ്വാസത്തിൽ ആഴപ്പെടുവാനും പ്രാർത്ഥനയിലായിരിക്കുവാനും സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അവരെ അനുവദിച്ചത് ദൈവം തന്നെയാണെന്ന ഉറച്ച ബോധ്യവും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന ആഴമായ വിശ്വാസവും ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഈ സമയം ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന ഈ പുസ്തകത്തിൽ അജന 27 വർഷം തൻ്റെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദിവ്യകാരുണ്യത്തിൻ്റെ പ്രേക്ഷിതയായി ദിവ്യകാരുണ്യത്തിൻ്റെ പ്രാധാന്യത്തെ ലോകം മുഴുവനും വെളിപ്പെടുത്തി മുന്നേറുമ്പോൾ യുവജനങ്ങളെ പൂർണ്ണമായും ഈ സമയം നമുക്ക് ഓർക്കാം. ജീവിതത്തിലെ 27 വർഷങ്ങൾ ക്യാൻസർ എന്ന മഹാരോഗത്തിൻ്റെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ നാഥനെ നമുക്ക് മുൻപിൽ വെച്ച് നീട്ടിയ യുവജനങ്ങൾക്ക് വിശുദ്ധിയിൽ മുന്നേറാൻ മാതൃക നൽകിയ ജീസസ് യൂത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ ഊർജ്ജസ്വലതയോടെ പങ്കെടുത്ത തൻ്റെ വേദനയുടെ അവസാന നിമിഷങ്ങളിലും ഈശോയ്ക്ക് വ്യക്തിപരമായി കത്തുകൾ എഴുതിയ ജീസസ് യൂത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന മാതൃകയായി നിൽക്കുന്ന അജനയെ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകത്തിലൂടെ നാം വ്യക്തമായി കാണുന്നു. തൻ്റെ സൗന്ദര്യവും സ്വരവും അഴകും ജീവനും എല്ലാം ക്യാൻസർ എന്ന മഹാരോഗത്താൽ കാർന്നു തിന്നുമ്പോഴും ക്രിസ്തുവിനോടുള്ള പ്രണയത്തിൽ തെല്ലും മങ്ങലേൽക്കാതെ നമുക്ക് മുൻപിൽ ജ്വലിക്കുന്ന ഇന്നും പ്രകാശം പരത്തുന്ന അജന അവസാന നാളുകളിൽ അജന ഈശോയ്ക്ക് എഴുതിയ ഒരു കുറിപ്പ് ഈശോയോടുള്ള അവളുടെ ആത്മബന്ധം വെളിപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. ഈശോയെ, ഓരോ നിമിഷവും ഞാൻ തിരിച്ചറിയുന്നു എത്ര ബലഹീനയാണ് ഞാനിന്ന്. എത്രമാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചാലും എനിക്കതിനെ സാധിക്കാതെയായിരിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ഇടയിലും കുടുംബ പ്രാർത്ഥനയുടെ സമയത്തും വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ പല വിചാരങ്ങൾ മുഴുകിപ്പോകുന്നു. ഓ കരുണാമയനായ എൻ്റെ നാഥ, ഇങ്ങനെയൊക്കെ ആയിട്ടും നീ എന്നെ നിന്നിലേക്ക് വലിച്ചടിപ്പിച്ച് നിർത്തുന്നുവല്ലോ. എന്നോട് ക്ഷമിച്ചാലും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവില്ല. കർത്താവെ, എന്നോട് കരുണയായിരിക്കണമേ. ഇനിയും ഒരുപാട് ലെറ്ററുകൾ ഈശോയ്ക്കും തൻ്റെ ജീസസ് യൂത്ത് സഹപ്രവർത്തകർക്കും
എഴുതുകയും ഇതിൽ അത് വിവരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരുപാട് ചിത്രങ്ങളിലൂടെ ഈ പുസ്തകത്തിൽ വായനക്കാരെ കാണുവാനും ഇരുത്തി ചിന്തിക്കുവാനും സഹായിക്കുന്നു. അജ്നയുടെ ചരമപ്രസംഗവും ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളും പാട്ടും എല്ലാറ്റിൻ്റെയും QR കോഡ് ഈ പുസ്തകത്തിൽ ഉണ്ട്. ഇത് കൂടുതൽ വീഡിയോകൾ കാണുവാനും യുവജനങ്ങൾക്ക് കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയും ഈ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അത് സഹായിക്കുന്നു. 27 വർഷത്തെ തൻ്റെ രോഗത്തിൻ്റെ വേദനകൾക്കിടയിലും ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുവാൻ അജ്ന കാണിച്ച ആ സ്നേഹതീഷ്ണത നമ്മുടെ മുൻപിൽ, യുവജനങ്ങളുടെ മുൻപിൽ വിശുദ്ധിയുടെ ഒരു നുറുങ്ങുവെട്ടമായി നിലകൊള്ളുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അളവും അതിരുമില്ലാതെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അനുനിമിഷവും നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. വെറും നിസ്സാരങ്ങളും അസ്വസ്ഥതകളും ആകുലതകളും നിറഞ്ഞ നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാതെ തീർത്തും നന്ദിയുടെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തക വായനയിലൂടെ സാധിക്കട്ടെ എന്ന് ഏവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.